ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയ പ്രൊമോ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ചതിയുടെ ഒരു പ്രൊമോ എന്ന് പറയേണ്ടി വരും. നെവിൻ ചതിക്കുകയാണ്. അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളെ നെവിൻ ചതിക്കുന്ന ഒരു പ്രൊമോയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. സംഗതി മറ്റൊന്നുമല്ല, സർക്കസ് ടാസ്കിൽ പങ്കെടുത്തവർക്ക് പോകാൻ വേണ്ടി ലക്ഷറി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പണിപ്പുര തുറന്നു കൊടുക്കുകയാണ്. അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട്. അതായത് 3 മിനിറ്റ് 180 സെക്കൻഡ് അവർക്ക് പണിപ്പുരയിൽ കയറി സാധനം എടുക്കാം. അത് ഓരോ സാധനത്തിൻ്റെയും പടമാണ് എടുത്തുകൊണ്ട് വരേണ്ടത്. അപ്പോൾ ആ പടത്തെ അനുസരിച്ചുള്ള സാധനം ബിഗ് ബോസ് എത്തിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ടാസ്ക് നടക്കുക. അങ്ങനെ എല്ലാവരും എത്രയും പെട്ടെന്ന് കയറി ആവശ്യമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യുകയാണ്. നമ്മുടെ അനുമോളും പ്രവീണും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജിസയിൽ ഇവരെല്ലാം കയറിയിട്ട് സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു ചതിയുടെ കഥ ആരംഭിക്കുന്നത്. അതായത് നെവിൻ അവിടെ പതുക്കെ വന്ന് നോക്കിയിരുന്നിട്ട് വളരെ പതുക്കെ സാവധാനത്തിൽ ഈ പടമൊക്കെ നോക്കി വെച്ചിട്ട് ഇറങ്ങാതെ പണിപ്പുരയ്ക്കകത്ത് നിൽക്കുകയാണ്. ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഈ പണിപ്പുരയിൽ കയറിയ എല്ലാ ആളുകളും 3 മിനിറ്റിന് ശേഷവും പണിപ്പുരയിൽ നിൽക്കുകയാണെങ്കിൽ മറ്റുള്ളവരെടുത്ത സാധനം കൂടി അവർക്ക് തിരിച്ചു വയ്ക്കേണ്ടി വരും. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതനുസരിച്ച് നെവിൻ മറ്റുള്ളവരെ ചതിക്കുകയാണ്. നെവിൻ മനഃപൂർവ്വം സമയം തള്ളിക്കളയാൻ വേണ്ടി അതിൻ്റെ അകത്ത് നിന്ന് സ്ലോ മോഷനിൽ ഒന്നും ചെയ്യാതെ പടമൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രൊമോയാണ്. അപ്പോൾ മറ്റുള്ളവരെ കിടന്ന് വിളിക്കുന്നു, എടാ വാടാ, ഇറങ്ങടാ, പെട്ടെന്ന് ഇറങ്ങടാ, സമയം തീരാ, ഇറങ്ങ്, നീ എന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ അനുമോൾ അവിടെ നിന്ന് പറയുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. എന്തായാലും നെവിൻ കൂടെയുള്ള മത്സരാർത്ഥികളെ ചതിക്കാൻ തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. 8 സെക്കൻഡും 7 സെക്കൻഡും ഉള്ളപ്പോഴും നെവിൻ ഇറങ്ങാതെ മനഃപൂർവ്വം പണിപ്പുരയ്ക്കകത്ത് നിൽക്കുന്നത് നമ്മൾ കാണാൻ പറ്റും പ്രൊമോയിൽ. എന്തായാലും നാളെ രാവിലെയാണ് ഈ പണിപ്പുര ടാസ്ക് നടക്കുന്നത്. ഗംഭീരമായൊരു അടിക്ക് കോളുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം. എന്തായാലും നെവിൻ അവിടെ നിന്ന് ലേറ്റായിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികൾ നെവിനെ പഞ്ഞിക്കിടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നെവിൻ ആരോടുള്ള വൈരാഗ്യമാണ്, എന്തിൻ്റെ പ്രതികാരമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളും പ്രൊമോ അപ്ഡേറ്റുകളും എപ്പിസോഡ് അപ്ഡേറ്റുകളും അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.